ഹലോ മൈ ഗൈസ്, അങ്ങനെ ബസൂക്ക കണ്ടിറങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായ്. ചുരുക്കി പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു അയിഞ്ഞാട്ടം തന്നെ ഈ ഫിലിമിൽ ഫുള്ളായിട്ടുണ്ടെന്ന് പറയാം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ ഡയറക്ടർ ആൻഡ് റൈറ്റർ ടിനോ ഡെനീസ്. പുള്ളി ഇത് അബ്ബാരാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്നാണ് എൻ്റെ ഒരു ഇതിൽ. പുള്ളി അബ്ബാരാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ആയാലും ഫുള്ള്. പിന്നെ BGM കുറിച്ചൊന്നും പറയാനില്ല, അബ്ബാരാക്കി വെച്ചിട്ടുണ്ട്. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലം BGMs. ഗൂഗിളിൽ ഞാൻ തപ്പി നോക്കിയപ്പോൾ മ്യൂസിക് ഡയറക്ടറായിട്ട് സയ്യിദ് അബ്ബാസ്, മിഥുൻ മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാളാണ് കാണിക്കുന്നത്. എന്തായാലും ബ്രോ കിഡിലം BGM എന്ന് പറഞ്ഞാൽ കിഡിലൻ. നമ്മൾ മലയാളികൾ ആരും പ്രതീക്ഷിക്കാത്ത ഇതിലൊരു വലിയൊരു ഗസ്റ്റ് റോൾ ചെയ്ത ഒരാളുണ്ട്. കിഡിലം എന്ന് പറഞ്ഞാൽ കിഡിലം. നിങ്ങൾ ആ ആളെ കാണുമ്പോൾ എന്തായാലും നെട്ടിയിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ കിട്ടുള്ളൂ. ആ ആൾ നിങ്ങൾ ആരാന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ കത്തും. ആ ആള് ഡൂക്ക് ബൈക്കിലാണ് വരുന്നത് മാത്രമേ ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നും ഞാൻ പറയില്ല. എന്തായാലും ആ ആളെങ്കിലും സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ തിയേറ്റർ കത്തിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡിലൻ, അടിപൊളി, ഒരു ഒന്നൊന്നര ഐറ്റം. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ മമ്മൂക്കക്ക് കൊടുത്ത റോളും മമ്മൂക്ക കിഡിലനാക്കിയിട്ട് ഒരു ഒന്നൊന്നര ഐറ്റാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങേരുടെ ലുക്ക് എൻ്റെ പൊന്നോ, അതിനൊത്തൊരു BGM, കോസ്റ്റ്യൂംസ് കിഡിലനാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഗൗതം മേനോൻ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിൽ BGMസിൻ്റെ കാര്യം ഇങ്ങനെ എടുത്ത് പറയാൻ തോന്നുന്നുണ്ട്. അബ്ബര BGMs ഒന്നും പറയാനില്ല. പടം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. പിന്നെ പടം കണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.